Hello students, in this session we are discussing the 8th chapter of our physics, gravitation, ഗുരുത്വാകർഷണം. ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാഠം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരു പാഠമാണ്. അപ്പോൾ ആ ഒരു പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു സെക്ഷനിൽ ഒരൊറ്റ സെക്ഷനായിട്ട് തന്നെ ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആകെ ഉള്ളത് 3 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. ഫോക്കസ് ഏരിയ ബേസ്ഡ് നമ്മൾക്ക് എക്സാമിന് വെറും 3 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ 3 ടോപ്പിക്കിലെ ഇക്വേഷനും അതിൻ്റെ ഡെറിവേഷനും എന്താണെന്നുള്ളത് പഠിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യനും ചോദിക്കും. നമ്മൾക്ക് കൊടുത്ത ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നിങ്ങൾക്ക് എന്താണ് ഗുരുത്വാകർഷണം, എന്താണ് ഗ്രാവിറ്റേഷൻ എന്നുള്ള കാര്യമൊക്കെ അറിയുന്നതാണ്. ഗുരുത്വാകർഷണ ബലം എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ അറിയുന്നതാണ്. നമ്മൾ ഇവിടെ ഒരു ഭൂമിയിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗുരുത്വാകർഷണ ബലം വേണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. നമ്മൾ സ്പേസിൽ പോയിട്ടുണ്ടെങ്കിൽ അഥവാ ബഹിരാകാശത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് ആൾക്കാർക്ക് സ്പേസിൽ നടക്കാൻ കഴിയില്ല. അവിടെ പറന്നിട്ടാണ് ആൾക്കാർ പോവുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്പേസിൽ പറന്നിട്ടാണ് ആൾക്കാർ സഞ്ചരിക്കുക. അവിടെ സ്പേസിൽ പോയിട്ടുണ്ടെങ്കിൽ പറന്നിട്ടായിരിക്കും അവിടെ ഒരു സഞ്ചാരം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മുമ്പേ നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കണതാണ്. ഇവിടെ ഭൂമിയിലാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു ഗ്രാവിറ്റിൻ്റെ പ്രസൻസിലാണ്. നമ്മളൊരു കല്ല് താഴേക്കിട്ടാൽ അത് വരാനുള്ള കാരണം, താഴേക്ക് വന്ന് പതിക്കാനുള്ള കാരണം ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് കേട്ടിട്ടുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാനുള്ളത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ്റെ യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും ഈക്വലായിട്ട് ഒരേപോലെ യൂസ് ചെയ്യുന്ന ലോ എന്നാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ എന്നും ആ ലോക്ക് പറയാറുണ്ട്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻസ് ഗ്രാവിറ്റേഷൻ ലോ എന്നാണ് ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ന്യൂട്ടൻസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അഥവാ ഈ ഇതിലുള്ള ഒരു ലോ ആണ്, അതായത് നമുക്ക് പഠിക്കാനുള്ള ആകെപ്പാടുള്ളൊരു ലോ ആണ്. അപ്പോൾ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. 3 ടോപ്പിക്കുള്ളൂ. 3 ടോപ്പിക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യും. ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യന് ചോദിക്കാൻ പാടുള്ളൂ. സോ നമുക്ക് എല്ലാ ടോപ്പിക്കും, എല്ലാ ഏരിയകളും വളരെ ഒന്നിനൊന്ന് മെച്ചം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയാം. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ അക്കോർഡ് ചെയ്യുന്നത് പറയാണ്, എവരി ബോഡി ഇൻ ദി യൂണിവേഴ്സ്, ഏത് ഒരു യൂണിവേഴ്സിലുള്ള ഏത് ബോഡിയും അട്രാക്റ്റ് എവരി അതർ ബോഡി, എന്ത് ചെയ്യും, ഈ ഒരു യൂണിവേഴ്സിലുള്ള ഏത് ബോഡിയും മറ്റൊരു ബോഡിയെ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും, വിത്ത് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് കൊണ്ട്, വിച്ച് ഈസ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ ഭൂമിയിൽ 2 ബോഡികൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 2 മാസസ്. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ്, മാസ് അല്ലെങ്കിൽ വസ്തു എന്തു നമുക്ക് പറയാം, അല്ലെങ്കിൽ ആളാണ് ഇവിടെ ഇരിക്കണമെന്ന് പറയാം. ഇപ്പോഴത്തെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണ് 2 ബോഡികൾ, 2 മാസുകൾ ഭൂമിയിൽ എന്ത് ചെയ്യാണ്, ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കണുണ്ട്, ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഇരിക്കണുണ്ട്, അവർ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ആ 2 ഒബ്ജക്റ്റുകൾ, അഥവാ ഒന്നാമത്തെ മാസിന് നമ്മൾ M1 എന്നും രണ്ടാമത്തേന് M2 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും എന്ന് പറയാം. ഫസ്റ്റ് ഈ ഒരു ഏത് ബോഡിയും, അതായത് എവരി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി, അഥവാ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡികൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് പറയാണ്, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നത് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടിലും ഗുണിക്കണേന പ്രൊഡക്റ്റ് എന്ന് പറയാം. പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് അഥവാ ഇവർ രണ്ടിലും ഗുണിക്കണോന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ആൻഡ് പറയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അഥവാ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമ്മളെങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എഴുതുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ രണ്ടാൾക്കാർക്ക് ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവർ നമ്മൾ അകലത്തിലിരിക്കണ്ടേ, അവർ തമ്മിൽ ഒരു ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിനോൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി എന്നതുകൊണ്ടാണ് നമുക്ക് 1 എന്ന് എഴുതിയത്. ഡയറക്റ്റ്ലി ആണെന്നാണ്. ഇപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ R² എന്ന് എഴുതും. സോ ഇവിടെ ഡയറക്റ്റ്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് 1/R². ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിക്കുക. എവരി ബോഡി, അഥവാ ഏത് ബോഡിയും പ്രപഞ്ചത്തിലുള്ള യൂണിവേഴ്സിലുള്ള ഏത് ബോഡികൾ തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് അതിൻ്റെ മാസുകളോട്, രണ്ടാൾക്കാർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള മാസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത് പറയാണ് അവരുള്ള ഡിസ്റ്റൻസ്, അവർ ഏത് ഡിസ്റ്റൻസിലാണ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ ഒരു പറഞ്ഞ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ ഇക്വേഷൻ ആക്കി എഴുതാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയണത്. ഈ 2 കാര്യമാണ് ഈ ഒരു ലോയിൽ പറയണത്. ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ലോ ഈസ് സ്റ്റേറ്റ് ദാറ്റ് every body in the universe attract every other body with a force which is directly proportional to product of their masses and inversely proportional to square of the distance between them. ഈ പറഞ്ഞ കാര്യം നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാണ്. ഞാനിപ്പോൾ ആ പറഞ്ഞ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ആ ഡയഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. 2 മാസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാസിന് നമ്മൾ കൊടുക്കുകയാണ്, ഒന്നാമത്തെ മാസിന് നമ്മൾ M1 എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ മാസിന് M2 അഥവാ അതിൻ്റെ മാസ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു R ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറയുകയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ ഉണ്ടാവണം ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ മാസിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരുമിച്ച് എഴുതാണ്. ആദ്യം എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 എന്ന് കിട്ടി. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 1/R². ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് രണ്ടും കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാണ്. എന്താണ് എഴുതുന്നത്? എഫ് ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇതേപോലെ ടു ഈ M1 M2 എന്ത് എഴുതി? നേരെ എഴുതി /R² എന്ന് കൊടുത്തു. ഒരൊറ്റ ഇക്വേഷനിൽ കിട്ടി. എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 /R². ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, അതായത് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ത് ചെയ്യാണ്? അവിടുന്ന് ഒഴിവാക്കുകയാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ ഒരു ഈക്വൽ ടു എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കണം G. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കിട്ടിയത്. F = G × M1 M2 /R². G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ ജിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ /kg², അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ഇൻവേഴ്സ് എന്ന് പറയാം, അതിൻ്റെ യൂണിറ്റ് പറയാം. സോ ഈ ഒരു വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ പഠിക്കണം. വാല്യൂ പഠിച്ചെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുന്നതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള ഏത് മാസുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ടെന്നും ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മാസിൻ്റെ ഗുണനഫലത്തോടാണെന്നും ആ ഗുണനഫലത്തോട് നേർ അനുപാതികമാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നും അവർ നിൽക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നും എന്നാണ് പറയുന്നത്. 2 മാസുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് അകലത്തിൽ ഇരിക്കണുണ്ട്. ആ ഡിസ്റ്റൻസ് അകലത്തിൽ ഇരിക്കണ ആ മാസുകൾ തമ്മിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവൻ്റെ മാസുകളുടെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അവരിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് രണ്ടാമത് പറഞ്ഞത്. ഇവർ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇക്വേഷൻ കിട്ടി. F = G × M1 M2 /R². ഇക്കാര്യമാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂട്ടൻ്റെ ലോ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് F = G × M1 M2 /R². നമ്മളോട് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് 2 മാസുകളുണ്ട്. ഈ മാസുകൾ തരികയാണ്. ഈ മാസ് എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 2 ഗ്രാം ആണ്. എന്തെങ്കിലും 2 കിലോഗ്രാമാണ് തന്നു വിചാരിക്കുക. ഈ M2 എന്ന് പറയുന്നത് ഒരു 4 കിലോഗ്രാമാണ് തന്നെന്ന് വിചാരിക്കുക. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്ര വലിയ വാല്യൂ ഒന്നും തരില്ല, ചെറിയ വാല്യൂ ആണ് തരുള്ളൂ. ഇവർക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് എക്സാമ്പിൾ, ഫ്രീ ആയിട്ടൊരു എക്സാമ്പിൾ പറയാണ്.
ഇങ്ങനെ തന്നാൽ ഇവർക്കായിട്ടുള്ള ഫോഴ്സ് കാണുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എമ്മിൻ്റെ സ്ഥാനത്ത് 2 കിലോഗ്രാമും M2ൻ്റെ സ്ഥാനത്ത് 4 കിലോഗ്രാം, ആറിൻ്റെ സ്ഥാനത്ത് ഈ 4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ജീൻ്റെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞ് 6.67 എന്നുള്ള ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ചോദിക്കാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു 2 ബോഡികൾ തരും, അവരുടെ മാസും അവരുടെ ഡിസ്റ്റൻസും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസും തന്നിട്ട് ഫോഴ്സ് ചോദിക്കാം, കാണാൻ ചോദിക്കാം. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്താ ഉണ്ടാവുക, അവിടെ തന്നിട്ടുള്ള 2 മാസുകളാണ്ട് എഴുതുക, പിന്നെ G എഴുതുക, R എഴുതുക, ഡയറക്റ്റ് കാൽക്കുലേറ്ററിലാണ്ട് അടിക്കുക, ആൻസർ കാണുക. ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഈ രീതിയിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പ്രോബ്ലം എടുത്തൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു മാസിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വാല്യൂ കിട്ടുക, ഇതേപോലെ തന്നെ സിമ്പിളായി ചെയ്യാൻ പറ്റും. ചില ക്ലാസ്സുകളിലത്തെ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിന് ഈ ഒരു രീതിയിൽ പറയുന്നത്. മാസ് കൊടുക്കുക, ഡിസ്റ്റൻസ് 4 സ്ക്വയർ. അപ്പോൾ ഇതിൽ ഈ ജീൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോട്ടൽ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ആ രീതിയിലൊരു ക്വസ്റ്റ്യനെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ഇക്വേഷൻ വെച്ച് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. സോ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നത് പ്രസ്താവിക്കുക, സ്റ്റേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇത് ഫുള്ളായിട്ട് എഴുതുകയും ഈ ഒരു ഡയഗ്രാം വരയ്ക്കുകയും ഈ ഇക്വേഷൻ കൊടുക്കുകയും വേണം. എന്താണ് ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് ചോദിക്കും. എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം എഴുതണം. എവരി ബോഡി in the universe attract every other body with a force which is directly proportional to the product of their mass is inversely proportional to the square of the distance between them എന്നിവരെ എഴുതിയതിന് ശേഷം നമ്മൾ അവസാനം ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. അവസാനം കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് മനസ്സിലാവും. ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഇത് ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും. ആ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അവസാനം ജീൻ്റെ വാല്യൂ 6.67 × 10⁻11 ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കുകയും വേണം. സോ ഈ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയി. അഥവാ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കായി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. എങ്ങനെയാണ് കിട്ടി, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ആ കാര്യം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് അറിവിലേക്ക് പറയുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോഴ്സ് ഇവൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു മാസ് ഇൻക്രീസ് ചെയ്താൽ ഈ ഫോഴ്സ് ഇൻക്രീസ് ആവും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ നല്ല വലിയ മാസുകളാണ്, നല്ല തടിയുള്ള വലിയ 2 മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അല്ല, ഇവർ അടിയില്ലാത്ത ആൾക്കാർ തന്നെയാണ്, പക്ഷെ ഇവർക്കുള്ള അട്രാക്ഷൻ, അവരുടെ ഡിസ്റ്റൻസ് കുറവാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷൻ കൂടും. ഫോഴ്സ് എന്താണ്, ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് കൂടിയാൽ മറ്റാൾ കുറയും. ഇപ്പോൾ ഞാൻ വളരെ ദൂരത്താണ് 2 ഫോഴ്സ് വെച്ചാൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ കുറവാണെന്ന് ഓൾറെഡി നമുക്കറിയാം, കോമൺ സെൻസ്. കാരണം എന്താ, ഡിസ്റ്റൻസ് കുറവാണല്ലോ. സോ ഡിസ്റ്റൻസ് കുറയണതിനനുസരിച്ച് അട്രാക്ഷൻ കൂടും. അതുകൊണ്ടാണ് ഫോഴ്സ് അതിന് ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാനുള്ള കാരണം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. മാസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മാസ് കൂടിയാൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ അട്രാക്ഷൻ കൂടും. ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടിയാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് കുറയും. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാൽ ഈ എല്ലാ ടോപ്പിക്കും ഇതിലുള്ള എല്ലാ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കുക, ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വീക്കസ്റ്റ് ഫോഴ്സാണ്. നമ്മുടെ നേച്ചറിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സിനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്, അഥവാ അവർ തമ്മിൽ വലിയ ലോങ് എവിടെയെങ്കിലും ആഫ്രിക്കയിലെ ഒരാളും നമ്മൾ തമ്മിൽ അട്രാക്ഷൻ എങ്ങനെ ഉണ്ടാവുക, വളരെ കുറവായിരിക്കും. സോ അട്രാക്ഷൻ ഉണ്ടാവും. കാരണം യൂണിവേഴ്സിൽ എവിടെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ നമ്മൾ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഈ ഒരു ലോ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ചൈനയിലെ ഒരാളുണ്ട്, നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ആളും ചൈനയിലത്തെ ആളും നമ്മൾ തമ്മിൽ എന്തുണ്ട്, ന്യൂട്ടൻ്റെ ലോ പ്രകാരം ഒരു അട്രാക്ഷൻ. അയാളൊരു മാസമാണ്, നമ്മളൊരു മാസമാണ്, നമ്മൾക്കും അയാൾക്കും ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ. സോ ആ ഡിസ്റ്റൻസ് ഉണ്ടായത് കൊണ്ട് നമ്മൾക്കൊരു ഫോഴ്സിന് ഇക്വേഷൻ എഴുതാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറഞ്ഞ അട്രാക്ഷൻ, വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വീക്കസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ദി വീക്കസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഉണ്ടാകുന്ന ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ,
ത്വരണം എന്ന് കേട്ടിട്ടില്ലേ? ഈ ആക്സലറേഷൻ എങ്ങനെ ആര് കാരണം ഉണ്ടാവുക? എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സലറേഷൻ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഉണ്ടാവുക ആര് കാരണം? എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണമുള്ള ആക്സലറേഷൻ. അത് എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആക്സലറേഷൻ കേട്ടിട്ടുണ്ട്, ചേഞ്ചിങ് വെലോസിറ്റിയാണ് ആക്സലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ആക്സലറേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ആക്സലറേഷൻ എം മാസാണ്, എഫ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ച ആൾക്കാരാണ്. നമ്മൾ പഠിക്കാൻ പോവാണ് എർത്തിൽ ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സലറേഷൻ എന്താണ്, അതിന് ഇക്വേഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോവാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. The acceleration gained by a body due to the gravitational force of earth is called acceleration due to gravity. അതായത് ഒരു ബോഡിക്ക് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആക്സലറേഷൻ പറഞ്ഞ പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന്. നമ്മളിപ്പോൾ ഒരു എർത്തിൻ്റെ മേലെ എന്ത് ചെയ്യാണ്, ഒരു ബോഡി ഇരിക്കുകയാണ്. സോ ഇവൻ എന്ത് ചെയ്യും? ഈ ഒരു ബോഡി ഈ എർത്തിലേക്ക് എന്ത് ചെയ്യും? അവൻ അട്രാക്റ്റ് ചെയ്യും. അവൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അവിടെ ഗ്രാവിറ്റി കാരണം അട്രാക്ഷൻ ആണുള്ളത്. സോ അവൻ എന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എർത്തിൻ്റെ ഡയഗ്രാം എർത്ത് വരച്ചിട്ടുണ്ട്. സിംപിളി ഞാൻ എന്ത് ചെയ്താണ്? സർക്കിളിലാണല്ലോ അല്ലെങ്കിൽ വട്ടത്തിലാണല്ലോ ഭൂമി ഉള്ളത്. അപ്പോൾ എർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവന് ഞാൻ ഒരു മാസും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ് അവൻ്റെ മാസ്. വലിയ മാസമാണ്, അതുകൊണ്ട് വലിയ എം കൊടുത്തു, ക്യാപിറ്റൽ എം കൊടുത്തു. എന്നാൽ അവനക്കുള്ള ഡിസ്റ്റൻസ് അഥവാ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ എർത്തിൻ്റെ മേലെ ചെറിയൊരു ബോഡി വെച്ചിട്ടുണ്ട്, അഥവാ എർത്തിൻ്റെ സർഫസിൽ ഭൂമിയാണെങ്കിൽ ആ ഭൂമിൻ്റെ മേലെ എർത്ത് സർഫസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അഥവാ നമ്മളൊക്കെ ഭൂമിൻ്റെ മേലെയാണല്ലോ ഉള്ളത്. ആ ഒരു പോലെ ഞാനൊരു ബോഡീനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ സർഫസിലാണ് അതിരിക്കുന്നത്. ഈ സർഫസിൽ നിന്ന് ആ ഭൂമിൻ്റെ സെൻറ്ററിലേക്ക് അഥവാ ഭൂമിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, വലിയ റേഡിയസ് അല്ലേ. സോ ക്യാപിറ്റൽ ആർ കൊടുത്തു. അവനക്ക് വലിയ മാസ് അല്ലേ, ഞാൻ ക്യാപിറ്റൽ എം കൊടുത്തു. ഇങ്ങനെ ഒരു ഡയഗ്രം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണുള്ളത്? ഈ ഒരു ബോഡിക്ക് ഈ ഒരു എർത്തിലേക്ക് എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതിനാണ് ഗ്രാവിറ്റേഷൻ, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആക്സലറേഷനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളതിന് ജി എന്ന് പറയും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ജി എന്ന് പറയും. നമ്മളിപ്പോൾ ആക്സലറേഷന് നമ്മൾ എ എന്നാണ് പറയാറ്, പക്ഷെ അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ ഗ്രാവിറ്റി കാരണമായതുകൊണ്ട് നമ്മൾ ജി എന്നാണ് പറയുന്നത്. എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പലായിട്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഒരു ബോഡി ഭൂമിയുടെ സർഫസിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് ജി ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത്. ഇതിന് ഇക്വേഷനാണ് പഠിക്കുന്നത്. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ. അഥവാ ഈ ഒരു സർഫസിൽ, ഈ ഒരു എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുകയാണ്. ഇവർ തമ്മിൽ ന്യൂട്ടൻ്റെ ലോ പ്രകാരം ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിന് മാസ് ഉണ്ട്, ഇതിന് ബോഡിക്ക് ഒരു മാസ് ഉണ്ടാവുമല്ലോ. ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ അട്രാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റി, ഒരു ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ ജി എന്ന് പറയുന്നത്, ആ ജി കാണാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. 6.67 ഇൻറ്റു 10⁻⁻⁻. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാസ്, ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്തിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തണം. അഥവാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഈ ഒരു ഡെറിവേഷനിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾക്കറിയാം ഭൂമിൻ്റെ സർഫസിലുള്ള ജി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ആ വാല്യൂ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീൻ്റെ വാല്യൂ നമുക്കറിയാം, ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ്, ഭൂമിക്ക് ഒരു മാസ് ഉണ്ട്, ഭൂമിക്ക് ഓൾറെഡി ഒരു മാസ് ഉണ്ടല്ലോ. ആ ഭൂമിൻ്റെ മാസ് വലിയ മാസാണ്, ആ മാസ് നമ്മൾ കൊടുക്കുക. ജീൻ്റെ വാല്യൂം കൊടുത്ത്, ഭൂമിക്ക് ഓൾറെഡി ഒരു റേഡിയസ് ഉണ്ട്, അതിൻ്റെ വാല്യൂം കൊടുത്ത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് 9.8 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു വാല്യൂ കിട്ടും നമുക്ക് 9.8. അങ്ങനെയാണ് നമുക്ക് 9.8 ജി എന്ന് പറയുന്നത്. ഇതിൻ്റെ സർഫസ് അഥവാ ഭൂമിൻ്റെ സർഫസിലുള്ള ബോഡിക്കുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് പറയുന്നത്. ജീൻ്റെ വാല്യൂ ആണ് പറയുന്നത്. എർത്ത് കാരണം ഭൂമിയിലുള്ള ഒബ്ജക്റ്റിന് ബോഡിക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്, അതിൻ്റെ വാല്യൂ 9.8 ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് ഭൂമിൻ്റെ സർഫസിലാണ്, അതിൻ്റെ ഇക്വേഷനാണിത്. കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറായി പോകാൻ പാടില്ല. അതിൻ്റെ ഡെറിവേഷൻ, അത് എങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടിയത്? ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ. ഇതിലുള്ള എല്ലാ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഞാനിത് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എർത്തിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്.
ഈ ഒരു ബോഡിക്ക് എന്തുണ്ടാവും, ഒരു ചെറിയ മാസ് ഉണ്ടാവും. നമുക്ക് ചെറിയ മാസ് ആയത് എം എന്ന് കൊടുക്കാം, സ്മോൾ എം. വലിയ മാസ് നമ്മൾ എർത്തിന് വലിയ എം എന്ന് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചെറിയ മാസിന് ചെറിയ എം എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണുകയാണ്. നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് ഇവിടെ രണ്ട് മാസുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ പഠിച്ചില്ലേ, ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ. അതേപോലെ ഈ ഒരു എർത്തും ഈ ഒരു ബോഡിയും തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ ആ അട്രാക്ഷൻ ഇക്വേഷൻ ഏതാണ്, എഫ് സമം അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട് ജി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമുക്കറിയാം. ആദ്യത്തെ മാസ് ഇൻറ്റു അഥവാ M1 എന്നുള്ളത് ക്യാപിറ്റൽ എം, അവിടെ എം ചെറിയ എം, ഇവർ തമ്മിൽ ഗുണിക്കുക അഥവാ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ. ഇങ്ങനെയല്ല നമ്മൾ ഇക്വേഷൻ എഴുതുക, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ വെച്ച് തന്നെ പറയാം, ജി ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഈ ഒരു M1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്, ഇവിടെ M2 എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. സോ എന്ത് ചെയ്യും, ഈ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്, എർത്തിൻ്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസ് ആണ്. സ്മോൾ എം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ബോഡിയുടെ മാസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ എന്തായി മാറും, ഈ ഒരു കാര്യം വെച്ച് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതി, നമ്മൾക്കൊരു ഇക്വേഷൻ കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ആർ സ്ക്വയർ. ഇത് ഇക്വേഷൻ 1. നമ്മൾക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ, എഫ് ഈസ് ഈക്വൽ ടു എം എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടതാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ കേട്ടിട്ടില്ലേ, ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എർത്തിൻ്റെ കേസ് ആയതുകൊണ്ട് എർത്തിൻ്റെ കേസിലുള്ള ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു എർത്തിൻ്റെ കേസിൽ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും, എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി അല്ലേ. ഇവിടെ ഉണ്ടാവുന്ന എ എന്ന് പറഞ്ഞാൽ ജി ആണല്ലോ, ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ, സോ ജി എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു എഫിന് നിങ്ങൾക്ക് രണ്ടാമത് ഇക്വേഷൻ കിട്ടി. ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ കൊടുക്കണം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് കൊടുക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് കിട്ടി. എനിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്, ഈ കാര്യം മനസ്സിലാക്കുക, ഡീറ്റെയിൽ ഡെറിവേഷനാണ് ചെയ്യുന്നത്. സോ രണ്ട് ഇക്വേഷൻസ് കിട്ടി, ഈ എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് കിട്ടി. അപ്പോൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് എം ജി കൊടുക്കാം. എഫ് എന്ന് പറഞ്ഞാൽ എം ജി ആണല്ലോ, എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക എന്നുള്ളത് നോക്കാം. എഫിൻ്റെ സ്ഥാനത്ത് ഞാൻ എം ജി എന്ന് കൊടുത്തു. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതുമ്പോൾ എഴുതണം 2 in 1. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. എം ജി ഈക്വൽ ടു എന്താ കിട്ടിയത്, ജി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ നമ്മളത് കൊടുക്കുകയാണ്, ക്യാപിറ്റൽ ജി ഈക്വൽ ടു അല്ലെങ്കിൽ ജി ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ എനിക്ക് എന്തുണ്ട്, ഇവിടെ എം എന്ന് പറഞ്ഞൊരു ചെറിയ എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട് അല്ലേ. നമുക്കൊരു സ്മോൾ മാസ് അഥവാ ഈ ഒരു ബോഡിയുടെ ഫോഴ്സാണ് നമ്മൾ പറയുന്നത്. അഥവാ ഇവിടെ വെച്ചുള്ള ഈ ഒരു ഫോഴ്സാണ് സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ബോഡിയുടെ മാസ്സാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ എഫ് അവിടെ സ്മോൾ എം ആണ്, എഫ് ഈസ് ഈക്വൽ ടു എം ജി. ആ ഒരു വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എമ്മും ഈ ഒരു എമ്മും നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അല്ലെങ്കിൽ 2G പറയുമ്പോൾ നമ്മളിത് പറയും ക്യാപിറ്റൽ ജി എന്നുള്ള രീതിയിൽ പറയും, ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതല്ലേ നമുക്ക് കിട്ടിയത്. സോ ഈ കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്, ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇവിടെ നമ്മൾ ആദ്യം എഴുതിയത് ഈ രണ്ട് ബോഡികൾ, ഇവിടെ എർത്ത് ഉണ്ട്, ഇവിടെ മേലൊരു ബോഡി ഉണ്ട്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ ആദ്യം എഴുതി. എഫ് ഈസ് ഈക്വൽ ടു ജി M1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ M1 എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസാണ്, അപ്പോൾ ക്യാപിറ്റൽ M എന്ന് കൊടുത്തു. M2 എന്ന് പറഞ്ഞാൽ ചെറിയ മാസാണ്, അവിടെ M1 എന്ന് കൊടുത്തു. ഈ R എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളാണ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അതിവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു എം ജി ആണ്. സോ ഈ ഒരു എം ജി ഞാൻ എന്ത് ചെയ്തു, ഈ എഫിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എം ജി ഈക്വൽ ടു ജി എം എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കിട്ടി. ഇതിൽ ഈ രണ്ട് എമ്മും കട്ട് ചെയ്ത് കളഞ്ഞു. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്.
ഞാനിവിടെ ആർ സ്ക്വയർ വിട്ടുപോയി. g=gm/r² എന്നുള്ള ടേം ഉണ്ട്. ഇവിടുന്ന് മാറ്റിയതും ആർ സ്ക്വയർ വിട്ടതാണ്. സോ ഈ ഒരു രീതിയിലാവണം നമ്മൾ ഡെറിവേഷൻ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡെറിവേഷൻ പഠിക്കാനും ചെയ്യാനും. സോ നമുക്ക് തെറ്റൂല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, തെറ്റ് സംഭവിക്കൂല, അഥവാ സ്റ്റെക്കായി പോകില്ല. നമ്മൾക്കൊരു ഇടയിൽ പോയിട്ട് കിട്ടാതാവണ പ്രശ്നമില്ല. കാരണം എന്താ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇടയിൽ ഒരു സ്റ്റെക്കായി പോവുകയോ ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യില്ല. സോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് എർത്ത് കാരണം ഉണ്ടാവുന്ന എർത്തിലുള്ള ഗ്രാവിറ്റി ഒരു ആക്സിലറേഷൻ ഉണ്ടാക്കുക. ആക്സിലറേഷൻ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. എർത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നതിനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഗെയിൻഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. അഥവാ ഒരു ബോഡിയിലേക്ക് ഗെയിൻ ചെയ്യുന്ന ആക്സിലറേഷൻ ആര് കാരണം? എർത്ത് കാരണം. അതിൻ്റെ ഇക്വേഷനാണ് g=Gm/r², gm/r². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒരു സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ ഉള്ള ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ് gm/r² എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബോവ് ദി സർഫസ് ഓഫ് എർത്ത്. നമ്മളിപ്പോൾ ഈ ഒരു ഭൂമിയുടെ സർഫസിൽ, എർത്തിൻ്റെ സർഫസിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു എർത്ത് എടുത്തു, അതിൻ്റെ സർഫസിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളിനി ഈ ഒരു എർത്തിൻ്റെ മേലെ വെച്ച ഈ ഒരു ബോഡി ഉണ്ടല്ലോ, ആ ഒരു സർഫസിലിരുന്ന ബോഡീനുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽക്ക് ഭൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ബിലോ ദി എർത്ത്, അഥവാ ഈ സർഫസിൻ്റെ ബിലോ ഓഫ് ദി എർത്ത്, അഥവാ ഈ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ബിലോ ദി എർത്ത്, അത് നമ്മൾ നോക്കുക. അഥവാ ഈ ബോഡിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മേലെ നിന്ന ബോഡി ഇതിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഒരു ഡെപ്തിലേക്ക് കൊണ്ടുപോയി. ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ ഗ്രാവിറ്റിക്ക് എന്താ വ്യത്യാസം ഉണ്ടാവുക? നമ്മളിപ്പോൾ ഈ ഒരു സർഫസിലാണ് ഭൂമി ഇരിക്കണമെങ്കിൽ, അല്ല ബോഡി ഇരിക്കണമെന്നുണ്ടെങ്കിൽ gm/r² ആണ് നമുക്ക് കിട്ടിയല്ലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് കൊണ്ടുപോയാൽ എന്താണ് ഗ്രാവിറ്റിക്ക് ഉണ്ടാവുന്ന വ്യത്യാസം? ഞാൻ രണ്ടാമത് നോക്കുകയാണ്, ഉള്ളിലേക്ക് കൊണ്ടതിന് ശേഷം അടുത്ത് ചെക്ക് ചെയ്യുകയാണ്. ഈ ഒരു സർഫസ് ഞാൻ മേലേക്ക് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോയി, അഥവാ ഇതിൻ്റെ അർത്ഥം ഇത് മേലേക്ക് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൈറ്റിൽ ആ ഗ്രാവിറ്റി എന്താണ് സംഭവിക്കുക? കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്? രണ്ട് ഇക്വേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അഥവാ ഒരു സർഫസിൽ ഇരുന്ന ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ സർഫസിൽ നിന്ന് എബോവ് ദി സർഫസ്, അതിൻ്റെ മേലേക്ക് കൊണ്ടുപോവാണ്, ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഗ്രാവിറ്റിക്ക് എന്താണ് പ്രത്യേകത ഉണ്ടാവുക? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആ ഒരു സർഫസിലിരുന്ന ബോഡീനെ നമ്മളതിൻ്റെ ഡെപ്തിലേക്ക്, ഉള്ളിലേക്ക്, എർത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നാണ് പറയാൻ പോകുന്നത്, എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡിറൈവ് ചെയ്ത് നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇവിടെ കേൾക്കുക. നമ്മളൊരു സർഫസിൽ നിന്ന്, പ്രത്യേകം കേൾക്കുക, ഒരു സർഫസിൽ നിന്നൊരു ബോഡീനെ നമ്മൾക്ക് മേലേക്ക് കൊണ്ടുപോയാലും അതിൻ്റെ ആ ബോഡീനെ ഉള്ളിലേക്ക് കൊണ്ടുപോയാലും അതിൻ്റെ ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുക. അത് നമ്മൾ പഠിക്കാൻ പോകണുള്ളൂ. ആ റിസൾട്ട് കിട്ടാൻ പോകണുള്ളൂ. ഞാൻ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ റിസൾട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തും. ആ റിസൾട്ടിലേക്ക് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് എത്തും. ആ പറഞ്ഞ് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ ഗ്രാവിറ്റി നമ്മൾ ഈ ഒരു സർഫസിൽ നിന്ന്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേലേക്ക് പോകുമ്പോഴും ഗ്രാവിറ്റി കുറയും, ഉള്ളിലേക്ക് വരുമ്പോഴും ഗ്രാവിറ്റി കുറയും. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇക്വേഷൻസും കാര്യമാണ് പറയാൻ പോകുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h എബോവ് ദി സർഫസ് ഓഫ് എർത്ത്. അതായത് എബോവ് ദി സർഫസ്, ഈ സർഫസിൻ്റെ മേലുള്ള ഗ്രാവിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ബോഡീനെ അതിൻ്റെ സർഫസിൽ നിന്ന് ഞാൻ മേലേക്ക് കൊണ്ടുപോയാൽ എന്താണ് അതിൻ്റെ ഗ്രാവിറ്റിക്ക് ഉണ്ടാവുക? അതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അതിൽ കൊണ്ട് തന്നെ ഇതിലെ ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഞാൻ ഫസ്റ്റ് നമ്മൾ നോർമലി ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. നോർമലി നമുക്കുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? G = ക്യാപിറ്റൽ G ഇൻറ്റു m/r², ക്യാപിറ്റൽ M ഇൻറ്റു r². ഈ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എർത്ത്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിലാണ് ബോഡി ഇരിക്കണേ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സർഫസിൽ നിന്ന് ബോഡീനെ എന്ത് ചെയ്തു, ഒരു പ്രത്യേകം ഹൈറ്റിലേക്ക് ഞാൻ അതിനെ കൊണ്ടുപോയി. ആ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായി? ഈ റേഡിയസ് മാറി അല്ലേ? ഈ ഒരു ബോഡീൻ്റെ റേഡിയസ് അഥവാ ഇവിടെ നിന്നുള്ള റേഡിയസ് മാറി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാറും. അതായത് ഞാൻ എഴുതാൻ പോണത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, ഈ ഒരു h ഹൈറ്റിലുള്ള ഗ്രാവിറ്റി ഞാൻ എഴുതാൻ പോവാണ്.
അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോണ സമയത്ത് ഈ ജി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, ക്യാപിറ്റൽ ജി തന്നെ. എർത്തിൻ്റെ മാസിന് വല്ല വ്യത്യാസം ഉണ്ടോ? എർത്തിൻ്റെ മാസിന് വ്യത്യാസം വരുന്നില്ല. എർത്തിൻ്റെ മാസ് എപ്പോഴും എം തന്നെ, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ റേഡിയസ് നോക്കിയേ, റേഡിയസ് ഇവിടുന്ന് മാറും. നമ്മൾ ഇവിടെ ഉള്ള ഒരു ഇതാണ് കൺസിഡർ ചെയ്യണത് അല്ലേ, ആ ഒരു ഏരിയയാണ് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താണ്, ഈ ഒരു ഹൈറ്റ് മാറി, ഇവിടെ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മാറി. ആ ഡിസ്റ്റൻസ് എന്താണ്, ഇവിടെ ഇതുവരെ 6 ആണ്, ഇത് നിന്ന് ഹൈറ്റ് എച്ച് ഉണ്ട്. എങ്ങനെ ഡിസ്റ്റൻസ് ഓർക്കുക, ഇത് മുതൽ ഇതുവരെ ഉള്ളത് 6 ഡിസ്റ്റൻസ് ആണ്, ഇത് മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ എച്ച് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു എർത്തിൽക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായി, R+H. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു GHലുള്ള ഈ ഒരു പൊസിഷനിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്, R+H². അഥവാ ഈ ഒരു 6 നിന്ന് എന്തായി, R+H ആയി മാറി. സോ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. അഥവാ മെയിനായിട്ട് സിമ്പിളായിട്ട് ഓൾറെഡി സർഫസിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനും അതൊരു എച്ചിൽക്ക് നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ R+H² എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇത് 2 ഇക്വേഷനായി. ഈ ഇക്വേഷൻ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അഥവാ 2 ഇക്വേഷനുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ഞാൻ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാൻ പോവാ. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ 2 എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് GM ഡിവൈഡഡ് ബൈ R+H² ഡിവൈഡഡ് ബൈ, അതിനെന്ത് ചെയ്യാണ് നമ്മൾ സാധാ അതിൻ്റെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ, ഡിവൈഡഡ് ബൈ GM. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരുമിച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഇതിനെ 2 ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 വാല്യൂ ഡിവൈഡ് ചെയ്യുക, ഈ 2 വാല്യൂസ് ഡിവൈഡ് ചെയ്യുക. സോ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം, അതോ ഒന്നും കൂടെ മനസ്സിലാകാൻ പറ്റി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി തരാം. 2 ഇക്വേഷൻ തമ്മിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്താൽ ക്യാപിറ്റൽ GH അഥവാ സ്മോൾ GH ഡിവൈഡ് ബൈ G, അഥവാ ഈ ഒരു GH എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിവൈഡ് ബൈ G എന്നുള്ള ഇക്വേഷൻ ഞാൻ ചെയ്യാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ 2ാമത്തെ ഇക്വേഷനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 1ാമത്തെ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ GH ഡിവൈഡ് ബൈ H എന്ന് കിട്ടി. ബാക്കിയുള്ള ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ എഴുതണം. ഇവിടെ നമുക്ക് GHൻ്റെ ഇക്വേഷൻ എന്താണ് കിട്ടുക, GHൻ്റെ ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കുക. GM ഡിവൈഡ് ബൈ R+H² ഡിവൈഡഡ് ബൈ ഈ Gൻ്റെ ഇക്വേഷൻ. ആ Gൻ്റെ ഇക്വേഷൻ എന്താണ്, GM ഡിവൈഡ് ബൈ R². അത് നമുക്കറിയാലോ, GM ഡിവൈഡ് ബൈ R². ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേമിനെ ഓൾറെഡി വെട്ടിക്കളയാം. ഇവിടെ G കോമൺ ആണ്, Gയും വെട്ടി, M കോമൺ ആണ്, 2 മാസ് ഓഫ് എർത്താണ്, 2 വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അഥവാ GH ഡിവൈഡഡ് ബൈ H ഈക്വൽ ടു GH ഡിവൈഡഡ് ബൈ H ഈക്വൽ ടു GH ഡിവൈഡ് ബൈ H എന്നാണ് ഞാൻ പറഞ്ഞത്, GH ഡിവൈഡ് ബൈ G ആണ്. GH ഡിവൈഡ് ബൈ G ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, 1/R+H² ഡിവൈഡഡ് ബൈ 1/R². അഥവാ നമുക്ക് ആ ഒരു GMഉം കട്ടായി പോയ സമയത്ത് കിട്ടിയ ഇക്വേഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അഥവാ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത് എന്താണ്, ഈ 2 ടേം കട്ടായി പോയി, അപ്പോൾ അവിടെ 1 എന്ന് വന്നു, ഇതും കട്ടായി പോയി, ഇവിടെ 1 എന്ന് വന്നു. 1/R+H² ഇവിടെ ഉണ്ട്, 1/R² ഇവിടെ ഉണ്ട്. സോ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടി, 1/R+H² ഡിവൈഡ് ബൈ 1/R². നിങ്ങൾ ഡീറ്റെയിൽ ഇതിനൊപ്പം എഴുതി പോകുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഞാനിത് ഡിറൈവ് ചെയ്തത് നോട്ട് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് അല്ലെങ്കിൽ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ നോട്ട് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും. സോ അതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ഞാൻ പറയുകയാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റെപ്പിനെ ഈ ഒരു 1/R² ഞാൻ മേലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു 1/R² ഇതിനെ മേലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, തല തിരിഞ്ഞു പോകും അല്ലേ. മാത്തമാറ്റിക്കലി നമുക്ക് അറിയുന്ന ആ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്തു, 1/R+H² എന്ന് അവിടെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു 1/R² ഇതിനെ മേലേക്ക് കൊണ്ടുപോവുക. അതിന് മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, 1/R² എന്നുള്ളത് എന്തായി മാറും, R² ഡിവൈഡ് ബൈ 1 എന്ന് വരും അല്ലേ. ഇങ്ങനൊരു ടൈമല്ലേ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിന് നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വൃത്തിക്കുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് GH ഡിവൈഡ് ബൈ G എന്ന് പറഞ്ഞത് കിട്ടി, R² ഡിവൈഡ് ബൈ R+H². ഇവിടെ 2 ടേമിൽ R² എന്നുള്ള ടേം ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, അത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. ആ ഒരു R² എന്നുള്ള മേലെ R² ഉണ്ട്, അടിയിലുള്ള ടേമിനെ വെട്ടണം. അതിന് വേണ്ടിയിട്ട് അഥവാ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണ്ടേ, ഒഴിവാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ്, ഈ ഒരു R² എന്ന് പറഞ്ഞ വാല്യൂവിന് ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ ഇവന് ബാധകമാണ്, അപ്പോൾ R² എന്നുള്ള ടേം ഉണ്ട്. ഇവിടെ ഈ ഒരു സ്ക്വയർ Hനും ബാധകമാണ്, H² എന്നുള്ള ടേം ഉണ്ട്. അങ്ങനെ 2 ടേമുകൾ അവിടെ ഉള്ളത്. സോ ഇതിൽ നിന്ന് ഞാൻ R² എന്നുള്ള ടേം പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ R² എന്നുള്ള ടേം പുറത്തെടുക്കും. ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ R എന്നുള്ള ടേം ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡ് ബൈ R എന്ന് എഴുതണം. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ മേലത്തെ ടേം ആർ സ്ക്വയർ എന്നുള്ള ടേം അവിടെ തന്നെ ഉണ്ട്, അഥവാ ഈ ടേം അവിടെ തന്നെ ഉണ്ട്. അടിയിലത്തെ ഈ പോർഷനിൽ നിന്ന് ഞാൻ ആർ സ്ക്വയർ പുറത്തെടുക്കുകയാണ്. അത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആർ സ്ക്വയർ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. ഇവിടെ പിന്നെ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല, ഇവിടെ 1 ആണ് ഉണ്ടാവുക. 1 പ്ലസ് എച്ച്, അവിടെ ആറ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആറ് ഇല്ലാതെ നമ്മൾ പുറത്തേക്ക് എടുത്ത്, അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ഇട്ട് കൊടുക്കണം. ഓൾ സ്ക്വയർ ഇങ്ങനെയാണ് കിട്ടുക. പുറത്തെടുത്ത കാര്യം മനസ്സിലാക്കുക. ഇതൊന്നും കൂടുതലായിട്ട് ആരും ടീച്ചേഴ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാറ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഈ 6നെ അവിടെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ബേസിക് കുറേ കുട്ടികൾക്കൊന്നും മനസ്സിലാവാൻ സാധ്യത കുറവാണ്. അഥവാ ഈ ഒരു ആർ സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിന് അങ്ങനെ പുറത്തെടുക്കാൻ പറ്റുക? ഇവിടെ ആറല്ലേ, അല്ല ആർ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഇവന് വാർഡകല്ലേ. സോ ഇവിടെ ആർ സ്ക്വയർ എന്നുള്ള ടേം ഇല്ലേ, ഞാൻ ആർ സ്ക്വയറിനെ പുറത്തെടുത്തു. അങ്ങനെ എനിക്ക് ആർ സ്ക്വയർ എന്ന് കിട്ടിയത്. പക്ഷേ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവനക്കും 6 വേണം. പക്ഷെ അവൻ 6 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ഇക്വേഷൻ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാണ്. ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ആർ സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർ സ്ക്വയർ ഉള്ളിൽ പോയി ആർ സ്ക്വയർ എന്ന് വരും. പ്ലസ് ഓൾറെഡി ഈ 1 ഇൻറ്റു ആർ സ്ക്വയർ ആർ സ്ക്വയർ ആയി. എച്ച് ഡി 6 ഉണ്ട് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വന്നു, 6 എന്ന് വന്നു. ഓൾ സ്ക്വയർ ഈ 6 കട്ടായി പോയി. ഇവിടെ ഓൾറെഡി എച്ച് ഉള്ളത്. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എച്ച്, ആർ സ്ക്വയർ പ്ലസ് എച്ച് ഇവിടെ വന്നിട്ടില്ലേ. സോ അങ്ങനെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഈ പറഞ്ഞ 6 പുറത്തേക്ക് എടുക്കുന്ന കാര്യം എങ്ങനെയെന്ന് ക്ലിയർ ആക്കുക. എന്തിനാണ് പുറത്തേക്ക് എടുത്തത്? വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. മേലെ ആർ സ്ക്വയർ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. നമുക്ക് അടിയിൽ എന്താണ് ആൻസർ കിട്ടുക? അടിയിൽ കിട്ടുന്ന അഥവാ ഡീറ്റെയിൽ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എഴുതണം. ജി എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ജി എച്ച് ഡിവൈഡ് ബൈ ജി ഈക്വൽ ടു 1/1 പ്ലസ് എച്ച് ബൈ ആറ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണത്? ഈ ഒരു ജീനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് ജി എച്ച് എന്ന് പറഞ്ഞിട്ട് അഥവാ ഹൈറ്റിലുള്ള ജീൻ്റെ ഇക്വേഷൻ അല്ലേ കിട്ടേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ജി എച്ച് ഈക്വൽ ടു ഈ ഒരു ജീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ജി ഡിവൈഡ് ബൈ അടിയത്ത ടേം അതേപോലെ വരും 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഞാനിത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ഒന്നും കൂടി ഡീറ്റെയിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാണ്. ഈ 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ എന്നുള്ളതിനെ മേലേക്ക് കൊണ്ടുപോകാം. മേലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്ക്വയർ ടേം മേലേക്ക് കൊണ്ടുപോകും മൈനസ് ടേം ആവും. അതായത് നമ്മളിപ്പോൾ 1/2 സ്ക്വയർ എന്നുള്ള ടേം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 സ്ക്വയറിനെ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 2⁻² എന്നാവും. ഒരു 3 സ്ക്വയർ എന്നുള്ള ടേമിൽ നമ്മൾ മേലെ കൊണ്ടുപോകുമ്പോൾ എന്താ 3⁻² എന്നാവും. അതേപോലെ സിമ്പിളായിട്ടൊരു മാത്തമാറ്റിക്കലി കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യാണ്. ഈ ഒരു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇതിൻ്റെ മേലേക്ക് കൊണ്ടുപോവാണ്. എങ്ങനെ മേലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ജി എച്ച് ഈക്വൽ ടു ഈ ഒരു ജി അവിടെ തന്നെ ഉണ്ട്. ഈ ഇതിനെ നമ്മൾ മേലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായി മാറും? അത് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റൈസ് ടു -2 എന്നാവും. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ആർ ഹോൾ റൈസ് ടു -2. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ കോമൺ മെയിൻ ഇക്വേഷനിലേക്ക് എത്താണ്. നിങ്ങളിപ്പോൾ ഇതുവരെ എത്തിയിട്ട് നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇതാണെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കണ്ടേ, അഥവാ നമ്മൾ പഠിപ്പിച്ച രീതിയിൽ തന്നെ പഠിക്കണ്ടേ. ടെക്സ്റ്റ് ബുക്കിൽ NCERT കൊടുത്ത രീതിയിൽ തന്നെ പഠിക്കണം. നമ്മളിവിടെ ഒരു ഹോൾ റൈസ് ടു -2 എന്നുള്ള ടേമൊക്കെ വന്നുകൊണ്ട് വലിയൊരു സുഖമായ ഇക്വേഷൻ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് അതിനെ പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ എഴുതാണ് നെഗ്ലെക്റ്റിംഗ് ഹയർ പവേഴ്സ് അല്ലെങ്കിൽ ആദ്യം നമ്മൾ എഴുതണം അക്കോർഡിംഗ് ടു ബൈനോമിയൽ തിയറം. ഈ ബൈനോമിയൽ തിയറം പ്രകാരം നെഗ്ലക്റ്റ് ദ ഹയർ പവേഴ്സ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഹയർ ഓർഡേഴ്സ് ഈ ഇതിന് പറഞ്ഞ പേരാണ് ഓർഡേഴ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? നെഗ്ലക്റ്റ് ചെയ്യാണ്. നെഗ്ലക്റ്റ് ഹയർ ഓർഡേഴ്സ്. അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മൈനസിന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകും. അതോ ബൈനോമിയൽ തിയറം എന്നുള്ള ഏരിയ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാത്സിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു എന്താണ് ഇങ്ങനെ വന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പഠിക്കും. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം? ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എന്നുള്ള ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടെ ആവുക? ഈ ഒരു മൈനസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഈ ഒരു മൈനസ് ഇതിൽ നിന്ന് ഈ ഒരു മൈനസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. സോ ആ ഒരു മൈനസ് പോകുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് വരും. സോറി, എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ വരില്ല, നമ്മൾ ബൈനോമിയൽ വെച്ച് ചെയ്തല്ലോ. സോ 1 മൈനസ് എച്ച് ബൈ ആർ. ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ. ഇതാണ് ആൻസർ. ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ആൻസർക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത് 1 മൈനസ്
2h/r ആ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഒരു 2നെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടാണുണ്ടായിരുന്നു. ഈ ഒരു -2 ബൈനോമിയൽ തിയറം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ പറയല്ലേ ചെയ്തത്. അപ്പോൾ ഈ ഒരു തിയറം ചെയ്ത് പോയിട്ടൊന്നുമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ആ ഒരു 2 കൊടുന്ന് പോയത്. ഈ ഒരു -2 എന്നുള്ളത് -2 ഉള്ളിലേക്ക് വരുന്ന സമയത്ത് 2h/r. GH ഈസ് ഈക്വൽ ടു -2h/r എന്നാണ് നമ്മൾ ഹൈറ്റിലുള്ള ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ. അതിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെത്തിയിട്ടുണ്ട്. അഥവാ ഈ ഒരു ഗ്രാവിറ്റി കാരണമുള്ളാവുന്ന ഗ്രാവിറ്റേഷൻ്റെ GM/r² എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. ഇത് ഈ ഒരു പ്രത്യേക ഹൈറ്റിലേക്ക് കൊണ്ടുപോയാൽ ഇതിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? G × 1 - 2h/r എന്നായി മാറും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഈ ഒരു G ഗ്രാവിറ്റേഷൻ്റെ ഒപ്പം ഇത്രയും ഒരു വലിയ ഫാക്ടർ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 - 2h/r എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ അതിൻ്റെ ഒപ്പം വരികയാണ് ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻ കേട്ട് ഈ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ദസ് we go have earth surface, the acceleration due to gravity decreases. നമ്മൾ എന്ത് ചെയ്യാണ്? എബോവ് ദി എർത്ത് സർഫസ്, ഈ ഒരു എർത്തിൻ്റെ സർഫസ് നമ്മൾ മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിൻ്റെ ഡ്യൂ ടു ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി എന്താണ് എർത്തിൻ്റെ മേലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യും, അടിയിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യും എന്നുള്ളത്. സോ അത് ഡിക്രീസ് ചെയ്യും എന്നുള്ള കാര്യം കിട്ടി. എങ്ങനെ ഡിക്രീസ് ചെയ്യുക? ബൈ ദ ഫാക്ടർ ഓഫ് 1 - 2h/r. ഈ ഒരു 1 - 2h/r എന്നുള്ള ഫാക്ടറിൽ എന്ത് ചെയ്യും? ഈ ഒരു വാല്യൂ ഡിക്രീസ് ആയി പോകും. സോ നമ്മൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബോവ് ദി സർഫസ് ഓഫ് എർത്ത്, അഥവാ ഒരു എർത്തിൻ്റെ എബോവ് ദ സർഫസിൽ എർത്തിൻ്റെ മേലെ ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? G × 1 - 2h/r ആണ്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചു മനസ്സിലാക്കി. ഇനി നമ്മൾ ഡെപ്തിൻ്റെ കേസിലേക്ക് പോവാം. അതായത് ബിലോ ദി സർഫസ് ഓഫ് എർത്ത്, എർത്തിൻ്റെ ബിലോ ദ സർഫസിൻ്റെ അടിയിലേക്ക് എങ്ങനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് D ബിലോ ദി സർഫസ് ഓഫ് എർത്ത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു എർത്തിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു സർഫസിൽ അതിലൊരു ബോഡി വെച്ചാൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? അവിടെ ഒരു എർത്ത് കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ്? ഉള്ളിൽ ഡെപ്തിലേക്ക് പോയാലുള്ളത് ഇക്വേഷൻ എന്താണ്? അതാണ് പഠിക്കാൻ പോണത്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി കുറയാന്ന് പറഞ്ഞു. എങ്ങനെ കുറയും എന്നുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയും. അതിൽ കിട്ടാനുള്ള ഇക്വേഷൻ ഇതാണ്. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ആ ഒരു ഇക്വേഷനിലേക്ക് എത്തണം. സോ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. അഥവാ നമ്മൾ ആ ഒരു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഫസ്റ്റ് ചെയ്താണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു Gm/r². അത് ഓൾറെഡി നമുക്കറിയാം. ക്യാപിറ്റൽ G × m/r². G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഓഫ് ദി മാസ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഈ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ മാസിനെ ഞാനൊരു വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആ കാര്യം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ മാസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ആണെന്ന്. എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ വോളിയം. ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയാണ്. ഒരു വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അപ്പോൾ ഞാൻ നമ്മൾ എർത്തിൻ്റെ ഡെൻസിറ്റിൻ്റെ കേസാണ് ഇവിടെ പറയാൻ പോകുന്നത്. എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് പെർ വോളിയം എന്ന് കിട്ടി. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു മാസിന് എന്ത് ചെയ്യാണ്? ഒരു ഇക്വേഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. ഈ ഒരു വീൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ എനിക്ക് മാസിൻ്റെ ഇക്വേഷൻ കിട്ടും. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഉണ്ട് കിട്ടിയിട്ടുണ്ട്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എർത്ത് ഉണ്ട്. ഈ എർത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എത്രയാ? എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ആണല്ലോ. എർത്തിൻ്റെ വോളിയം, ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര? സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ എന്ന് പറയുന്നതാണ് ഒരു എർത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം? ആ വോളിയത്തിൻ്റെ ആ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഞാൻ എന്താണ്? R³ ക്യാപിറ്റൽ R ആണ് കൊടുക്കുന്നത്. πr³ പിന്നെ ഈ ഒരു ഡെൻസിറ്റി ഉണ്ട്, ആ ഡെൻസിറ്റി എന്ന് കൊടുത്തു. സോ നമുക്ക് മാസിന് ഒരു ഇക്വേഷൻ കിട്ടി. 4/3 πr³ ഇൻറ്റു റോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞ ഇക്വേഷൻ, അഥവാ മാസിന് ഇക്വേഷൻ കിട്ടി 4/3 πr³ ഇൻറ്റു റോ. എങ്ങനെ ഇക്വേഷൻ കിട്ടിയത്? ആദ്യം ഞാൻ ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. ആ ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഈ വോളിയത്തിന് ഞാൻ കൊണ്ടുപോയ സമയത്ത് മാസിന് ഇക്വേഷൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഒരു എർത്തിൻ്റെ വോളിയം അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 4/3 πr³ ആണ്. ആ വോളിയത്തിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തു. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആയതുകൊണ്ട് R എന്ന് കൊടുത്തു. πr³ ഡെൻസിറ്റി കൊടുത്തു. അപ്പോൾ 4/3 πr³ ഇൻറ്റു റോ എന്ന് മാസിന് കിട്ടി. ഈ ഒരു മാസിന് ഇക്വേഷൻ ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? ആ ഇക്വേഷൻ എന്ന് പറയുന്നത് G × 4/3 πr³ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ R² എന്ന് കിട്ടി.
അടിയിൽ ആർ സ്ക്വയർ ഉണ്ട്, മേലത്തെ ആർ ക്യൂബിൽ നിന്ന് ഒരു ആർ സ്ക്വയർ വെട്ടിക്കളഞ്ഞാൽ മേലെ ഒരു ആർ എന്ന് വരും. ഈ ഇക്വേഷൻ എന്തായി മാറും? സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു 4/3 പൈ ആർ റോ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇത് ഗ്രാവിറ്റിൻ്റെ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു ജിക്ക് ഞാനൊരു ഇക്വേഷൻ എത്തിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റ് ആൻസർക്ക് ഡിറൈവ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടണം? അവിടെ ആൻസർ ഈ ഒരു ഡെപ്തിലേക്കുള്ള വാല്യൂ കിട്ടണം. ഈ ഒരു ഡെപ്തിൽ അതിൻ്റെ വാല്യൂ കിട്ടണം. സോ ഞാൻ ഈ ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എഴുതാണ്. അഥവാ ഈ സർഫസിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയതാ. ഇപ്പോൾ ഞാൻ അവിടെ മാറ്റം തിരുത്തി വന്ന സമയത്ത് അഥവാ ഈ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് സർഫസിലുള്ള ഇക്വേഷനാണ്. അതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വന്ന സമയത്ത് കിട്ടിയ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ്. ഇനി നമ്മൾ പറയാണ് അറ്റ് ഡെപ്ത്, അഥവാ ഈ ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് ആ ഒരു ഡെപ്തിലേക്ക് പോവാണ്. ആ സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ള ജി ഡെപ്ത്, ജി ഡി, അഥവാ ആ ഡെപ്തിലുള്ള ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ. ഇത് വെച്ച് ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ക്യാപിറ്റൽ ജി ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പൈ ഇൻറ്റു പൈ കേട്ടുള്ള വാല്യൂ എങ്ങനെ വരിക? ആറിൻ്റെ വാല്യൂ ആണ് ഇവിടെ വ്യത്യാസം ഉണ്ടാവുക. ഇവിടെ ആറിൻ്റെ വാല്യൂ എന്താണ് മാറുക? നിങ്ങൾ നോക്കിയേ, ഞാൻ ഡെപ്തിലുള്ള കാര്യമാണ് പറയണത്. ഈ ഒരു ബോഡി ഞാൻ ഡെപ്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് പറയണത്. ഇവിടെയുള്ള ഈ ഒരു ബോഡിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മേലെ നിന്നിൻ്റെ ഡെപ്തിലേക്ക് കൊണ്ടുപോയി. സോ അതിൻ്റെ റേഡിയസ് കുറയും. ഈ ഒരു ആദ്യം ഉണ്ടായിരുന്ന റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള റേഡിയസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ മേലേക്ക് കൊണ്ടുപോയ സമയത്ത് R+H എന്ന് എടുത്തില്ലേ? ഒരു കഴിഞ്ഞ ക്ലാസ് പ്രോബ്ലം ചെയ്തപ്പോൾ ഈ സർഫസിൻ്റെ മേലേക്ക് കൊണ്ടുപോയപ്പോൾ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് R+H എന്ന് എടുത്തു. ഇവിടെ എങ്ങനെയൊന്നും എടുക്കുക നമ്മൾ? ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? R-D. അതായത് നമ്മൾ എത്രത്തോളമാണ് അടിയിലേക്ക് കൊണ്ടുപോയി, ഈ ഡി ഡിസ്റ്റൻസ് ആണ് അടിയിലേക്ക് കൊണ്ടുപോയത്. സോ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ R-D ആണ്. ഇവിടെ ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ R-D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ റേഡിയസിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഇവിടെയുള്ള ആ ഒരു ഡെപ്തിലേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ റേഡിയസ് എന്തായി? കുറയും, R-D ആയി. സോ R-D എന്ന് കൊടുത്തു. ഇൻറ്റു റോ. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻസിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ πr³ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. πr³ ആ ഒരു വാല്യൂ നമ്മൾക്ക് എങ്ങനെ വന്നതാണ്? ക്യൂബ് അഥവാ നമ്മൾ അതിൻ്റെ വോള്യം എടുത്ത സമയത്ത് വന്നതായിരുന്നു. ആ വോള്യം ക്യൂബ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെട്ടിക്കളഞ്ഞ് പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരു ക്യൂബ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ വരുന്നില്ല, πr³. ഈ ക്യൂബ് എങ്ങനെ ഇവിടുന്ന് പോയത്? നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ 6 മാത്രമുള്ളല്ലോ, ഇനി 6 മാത്രമായത്. അതായത് ഈ ക്യൂബ് അവിടുന്ന് വെട്ടിക്കളഞ്ഞ് പോയതാണ്. സോ നമ്മൾക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ജി ഇൻറ്റു 4/3 പൈ R-D. മേലെ ജീൻ്റെ വാല്യൂ 4/3 പൈ ഇൻറ്റു R റോ എന്നുള്ള രീതിയിൽ 2 ഇക്വേഷൻസ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ 2 ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒന്നാമത്തേനെ ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തേത് GD/G അഥവാ 1 2 ഡിവൈഡ് ചെയ്യാണ്. ക്യാപിറ്റൽ G 4/3 പൈ R-D ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ G 4/3 പൈ ക്യാപിറ്റൽ R റോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കോമൺ G കോമൺ ആണ്, വെട്ടി. 4/3 കോമൺ അതും വെട്ടി. പൈ കോമൺ ആണ്, അതും വെട്ടി. റോ കോമൺ ആണ്, അതും വെട്ടി. ലാസ്റ്റ് ആൻസർ എന്താ കിട്ടുക? ലാസ്റ്റ് ആൻസർക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. GD/G ഈക്വൽ ടു R-D ഡിവൈഡഡ് ബൈ R. നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞു. ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ജീനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും GD ഈക്വൽ ടു G ഇൻറ്റു R-D ഡിവൈഡഡ് ബൈ R. നമ്മൾ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. അഥവാ ഒരു 2 ഭാഗത്തും 6 ഉണ്ടല്ലോ, 6നെ കോമൺ ആക്കിയിട്ട് പുറത്തെടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം. ഇതുപോലെ തന്നെ എഴുതിയാൽ ഈ ആൻസർ കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യണമെന്നില്ല. സിംപ്ലിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ G ഈക്വൽ ഈ 6നെ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 2ലും 6 ഉണ്ട്. ഈ 6നെ ഞാൻ എന്ത് ചെയ്യാണ്? കോമൺ ആയിട്ട് എന്ത് ചെയ്യാണ്? ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു 6 എടുത്താൽ 1 - D/R എന്നുള്ള വാല്യൂ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഈ ഒരു 6നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ R-നെ 1 ആയിട്ട് ഗുണിച്ചപ്പോൾ 6 എന്ന് പറഞ്ഞു, ഓൾ ഡിവൈഡ് ബൈ R ഉണ്ടാവും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ 6നെ ഒറ്റ രീതിയിലേക്ക് എഴുതാണ്. അഥവാ 2 ഭാഗത്തുള്ള 6നെ നമുക്ക് ഈ 1 - D/R എന്നുള്ളത് ചെയ്ത് നോക്കിയാൽ 6നെ തെറ്റ് കുടിക്കുമ്പോൾ 6 - D ഡിവൈഡ് ബൈ R ഉണ്ടാവും. ഈ സാധനം കിട്ടിയില്ലേ? സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിലും ഇക്വേഷൻ എഴുതാറുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാറ്. അപ്പോൾ ഈ ഒരു ഏതായാലും കുഴപ്പമില്ല, രണ്ടും സെയിം ഇക്വേഷൻസ് തന്നെയാണ്. ഇവിടെ ഡിറൈവ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ ഈ ഒരു രീതിയിലേക്ക് എത്തലാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്തിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഹൈറ്റിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചു, ഡെപ്തിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ പഠിച്ചത്.
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ മാസിൻ്റെ ഇക്വേഷൻ നമ്മൾ മാറ്റിയിട്ട് എന്ത് എഴുതി, 4/3 πr³ റോ എന്ന് എഴുതി. ആ മാസിൻ്റെ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ മാസ് ബൈ വോളിയം ആണ്. അതിൽ നിന്ന് വോളിയത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ മാസിനൊരു ഇക്വേഷൻ കിട്ടി. ഒരു സ്ഫിയറിൻ്റെ വോളിയം അല്ലെങ്കിൽ എർത്ത് എന്ന് പറഞ്ഞ സ്ഫിയർ ആണ്, അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ 4/3 πr³ ആണ്. സോ ആ ഒരു വോളിയത്തിൻ്റെ സ്ഥാനത്ത് 4/3 πr³ എന്ന് കൊടുത്തു. അപ്പോൾ മാസിനൊരു ഇക്വേഷൻ കിട്ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് ഈ r³ നമ്മൾ വെട്ടിപ്പോയി. ഞാൻ അവിടെ പറഞ്ഞ ക്യൂബുകൾ നമ്മൾ വെട്ടിപ്പോകുന്നുള്ളത്. സോ അത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടും. അതൊരു ജീൻ്റെ ഇക്വേഷനാണ്. നമുക്ക് ഡെപ്തിലുള്ള ജീൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർ എന്ന് പറഞ്ഞാൽ അവിടെ കുറയാണ്, r-d എന്നുള്ളത് കുറഞ്ഞു പോവാണ്. സോ അവിടെ ആറ് മാറ്റി r-d ആക്കി. സോ ഡെപ്തിലുള്ള ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ഡെപ്തിൻ്റെ ഇക്വേഷൻ എഴുതാൻ വളരെ സിമ്പിളാണ്. എന്താണ് ഈ ഒരു r എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ റേഡിയസ് നോക്കിയാൽ മതി. ഇവിടെ റേഡിയസ് എന്താണ്, ഈ അടിയിലേക്ക് പോകുമ്പോൾ r-d ആവുകയാണ്. ആ കാര്യം മനസ്സിലാക്കണം. r-d ആവുകയാണ്. സോ r-d എന്ന് എഴുതി 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത സമയത്ത് കുറേ ടേമുകൾ വെട്ടിപ്പോയ സമയത്ത് ഈ ഒരു ടേം കിട്ടി. ഈ ഒരു ടേം കിട്ടിയാൽ ജീൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ ആൻസർ ആയി. സോ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ആറിനെ എന്ത് ചെയ്തു, ഒറ്റ ടേമിൽ r എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു r അങ്ങനെ കോമൺ ആക്കി എടുത്ത് എഴുതിയപ്പോൾ 1 - d/r, gd = g × 1 - d/r. സോ നമ്മൾ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യലാണ് ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. സോ ആ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയത്, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡെപ്ത് തരും, റേഡിയസ് തരും. എർത്തിൻ്റെ റേഡിയസും ജി എന്ന് പറഞ്ഞാൽ അത്രയാണ്, 9.8 ആണെന്ന് തരും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഡയറക്റ്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഹൈറ്റ് ഇത്രയും തന്നു, റേഡിയസ് നമ്മൾ എർത്തിൻ്റെ മാസും നമുക്കറിയാം. ജീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.8 ആണെന്ന് അറിയാം. സോ എർത്തിൻ്റെ റേഡിയസ് എർത്തിൻ്റെ മാസമൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അതൊക്കെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. എക്സാം പേപ്പറിൽ തരുമെങ്കിലും എർത്തിൻ്റെ മാസം ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, എർത്തിൻ്റെ റേഡിയസ് ഒക്കെ ഓൾറെഡി കോൺസ്റ്റൻ്റ്. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പ്രോബ്ലം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. ഇവിടെ മാക്സിമം ചോദിക്കാൻ സാധ്യത ഇത് ഡെറിവേഷൻ ആണ്. രണ്ടിൻ്റെ ഡെറിവേഷൻ, ഈ ഒരു GMM-ൻ്റെ ഡെറിവേഷൻ, ഈ ഡെറിവേഷനും കാര്യങ്ങളും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഫസ്റ്റ് വന്ന ഡെറിവേഷനും അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞ 2 മാസ്ക് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഫുൾ ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ എല്ലാ കാര്യങ്ങളും, ഗ്രാവിറ്റീൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.